CPIM നിലവിൽ പ്രദാനം ചെയ്യുന്ന നിയോജക മണ്ഡലമാണ് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല നിയോജക മണ്ഡലം. അഡ്വക്കേറ്റ് വി ജോയി ആണ് നിലവിലെ MLA. 2016 വർക്കല കഹാറിനെ 2000 പരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ആദ്യമായി MLA ആയത്. തുടർന്ന് 2021 കോൺഗ്രസിന്റെ BRM ഷഫീറിനെ 17,000 പരം വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് രണ്ടാം തവണ MLA ആയത്. ഇക്കുറി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശിനോട് ചെറിയ മാർജിനിൽ മാത്രമാണ് 1000 താഴെ വോട്ടുകൾക്ക് മാത്രമാണ് പരാജയപ്പെട്ട് അദ്ദേഹം മടങ്ങേണ്ടി വന്നത്. അദ്ദേഹം നിലവിൽ തിരുവനന്തപുരം CPIMന്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. വർക്കല നിയോജക മണ്ഡലത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ 2016 വരെ, അതായത് 2001 മുതൽ 2016 വരെ തുടർച്ചയായി 3 തവണയും വർക്കല കഹാറായിരുന്നു ആ മണ്ഡലത്തെ പ്രദാനം ചെയ്തത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10,700 പരം വോട്ടുകൾക്ക് A റഹീമിനെ പരാജയപ്പെടുത്തിയാണ് വർക്കല കഹാർ മൂന്നാമതും വിജയം ആവർത്തിച്ചതെങ്കിലും പിന്നീട് വിജയിക്കാൻ കഴിഞ്ഞില്ല. നിരവധിയായ സംഭവങ്ങൾ നടന്നിട്ടുള്ള ചരിത്രപരമായ ഒരു വിശേഷണമുള്ള മണ്ഡലം കൂടിയാണ് വർക്കല. വർക്കല രാധാകൃഷ്ണൻ 4 തവണ നിയമസഭയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് വർക്കല നിയോജക മണ്ഡലത്തിൽ നിന്നാണ്. വർക്കല രാധാകൃഷ്ണൻ മുൻപ് നിയമസഭാ സ്പീക്കറായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ലോക്സഭ MP കൂടിയായിരുന്ന വ്യക്തിയാണ്. വർക്കലയുടെ രാഷ്ട്രീയ ചരിത്രം നോക്കുമ്പോൾ ഇക്കുറി വി ജോയിക്ക് അടിപതറാനുള്ള സർവ്വസാധ്യതകളും കാണുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ലീഡ് നിലനിർത്തിയിട്ടുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള ജനകീയ പദ്ധതികളുമായി ജനങ്ങളുമായി താഴെത്തട്ടിൽ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കോൺഗ്രസ് നേതാവായ അഡ്വക്കേറ്റ് DRM ഷഫീർ നിലനിർത്തുന്നുണ്ട്. പൊതുവികാരം ഇപ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമല്ലാത്തൊരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരികയാണ്. ജില്ലയിൽ ആടി ഉലയാൻ സാധ്യതയുള്ള, അതായത് CPIMന്റെ ഉറച്ച മണ്ഡലമല്ല എന്നതുകൊണ്ട് തന്നെ ആടി ഉലയാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമായി തന്നെയാണ് വർക്കല നിയോജക മണ്ഡലത്തെ കാണുന്നത്. മാത്രമല്ല, ടേം കണ്ടീഷന്റെ പേരിൽ വി ജോയിയെ മാറ്റുകയാണെങ്കിൽ മറ്റാര് സ്ഥാനാർത്ഥിയായി CPIMൽ വന്നാലും ആ വ്യക്തിക്ക് പച്ച തൊടാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമായി തന്നെ പറയേണ്ട കാര്യമാണ്. കാരണം വി ജോയിയെ അല്ല മറ്റാരെങ്കിലും സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ, കാരണം വി ജോയി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ വി ജോയിയെ ഇനി ഒരിക്കൽ കൂടി വർക്കലയിൽ മത്സരിപ്പിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ വരുമ്പോൾ വർക്കലയിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. വർക്കലയെ A റഹീമിനെയാണ് അവിടെ കൊണ്ടുവരാൻ വീണ്ടും CPIM പദ്ധതിയിടുന്നതെങ്കിൽ ഉറപ്പായും അവിടെ BRM ഷഫീറിന്റെ വിജയം ഉറപ്പാണ്. വി ജോയിയെ പോലെയല്ല A റഹീമിന് വ്യക്തിപരമായി CPIMന്റെ വോട്ടിനപ്പുറത്തേക്ക് ജനകീയ വോട്ടുകൾ പിടിച്ചെടുക്കാനുള്ള ശേഷിയില്ല. അത് ഏറ്റവും വലിയ തിരിച്ചടിയായി CPIMന് മാറും. ഇനി ജോയി മത്സരിച്ചാൽ പോലും ഒരു മികച്ച ടൈറ്റ് ഫൈറ്റ് കാഴ്ചവെക്കാൻ BRM ഷഫീറിനെ കൊണ്ട് കഴിയും എന്നുള്ള പ്രതീക്ഷ കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ട്. അടൂർ പ്രകാശ് UDF കൺവീനറായതിനു ശേഷം തൻ്റെ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന 7 നിയോജക മണ്ഡലത്തിലും മികച്ച രീതിയിലുള്ള പ്രവർത്തനം ഏകീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അത് ഫലവത്തായി തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് ഏത് MPമാരെക്കാളും മികച്ച രീതിയിലുള്ള പ്രവർത്തനം അടൂർ പ്രകാശ് തൻ്റെ മണ്ഡലത്തിൽ കാഴ്ചവെക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരു മണ്ഡലം ജയിച്ചാൽ ആ മണ്ഡലം നിലനിർത്തുന്നത് എങ്ങനെയെന്ന് കണ്ടുപഠിക്കേണ്ട അപൂർവം ചില വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് അടൂർ പ്രകാശ് എന്നുള്ളത്. അദ്ദേഹം 5 തവണ കോന്നി നിയോജക മണ്ഡലം, ഇടതു സ്വാധീനമുള്ള കോന്നി നിയോജക മണ്ഡലം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങിൽ നിന്ന് ആദ്യമായി വിജയിക്കുന്നത് വരെയും കോന്നി നിലനിർത്തിയതിൻ്റെ വ്യക്തമായ രത്നച്ചുരുക്കം നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.